അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കോളിഫ്ലവർ ഉപ്പുമാവാണ് ഇവിടെ തയ്യാറാക്കുന്നത്. നമ്മൾ സാധാ ലൈഫിൽ ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കി കഴിച്ചിരുന്ന ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള വിഭവമായിരുന്നു ഉപ്പുമാവ്. എന്നാൽ ഇവിടെ റവയൊന്നും ഉപയോഗിക്കാതെ അതിന് പകരം കോളിഫ്ലവർ റൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. പിന്നെ നമുക്ക് ഉഴുന്നുപരിപ്പൊന്നും ഡയറ്റിൽ അനുവദിച്ചതല്ലാത്തതുകൊണ്ട് ഞാനിവിടെ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. കടുകും കറിവേപ്പിലയും പച്ചമുളകും വറ്റൽമുളകും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഉപ്പുമാവാണിത്. കഴിച്ചു നോക്കിയാൽ ഇത് കോളിഫ്ലവർ ആണെന്ന് തോന്നുകയില്ല. കോളിഫ്ലവറിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ല, എന്നാലും ഉള്ള ടേസ്റ്റ് ഇതിനകത്ത് എടുത്ത് കാണിക്കുന്നുമില്ല. കോളിഫ്ലവർ ഉപ്പുമാവിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കടുക് എടുത്തു, പിന്നെ എടുത്തിട്ടുള്ളത് 2 വറ്റൽമുളകും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും. പിന്നെ ഇത് കോളിഫ്ലവറാണ്, പുഴുങ്ങിയിട്ട് പൊടിച്ചെടുത്തതാണ്. ഒരു ചോപ്പറിലോ ഗ്രേറ്ററിലോ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് തിളപ്പിച്ച് ഊറ്റിയെടുത്താലും മതി. പിന്നെ പാകത്തിന് ഉപ്പും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വന്നാൽ കടുക് ചേർക്കാം. ഇനി വറ്റൽമുളകും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. ഇനി കോളിഫ്ലവർ ചേർക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവർ വേവായതുകൊണ്ട് ഇനി അധികം സമയം വേവിക്കേണ്ടതില്ല. ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. തേങ്ങയോ ഡെസിക്രേറ്റഡ് കോക്കനട്ടോ തേങ്ങാപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനൊരു 2-3 മിനിറ്റ് ഇവിടെ കോളിഫ്ലവർ ചേർത്തതിന് ശേഷം ഇങ്ങനെ വറുത്തെടുത്തു. കോളിഫ്ലവറിൽ കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളിഫ്ലവർ ഒന്ന് പിഴിഞ്ഞെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്താലും മതി, കുഴപ്പമില്ല. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഉപ്പുമാവ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കഴിക്കാൻ നേരം എടുക്കാം. ഉപ്പുമാവ് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ റവ കൊണ്ടുണ്ടാക്കിയതാണെന്നേ തോന്നുള്ളൂ. ഈ കറിവേപ്പിലേൻ്റെയും ചുവന്നമുളകിൻ്റെയും കടുകിൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. എപ്പോഴും നല്ലൊരു പരന്ന പാത്രത്തിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ് നല്ലത് കേട്ടോ. പിന്നെ അപ്പോൾ ഉപ്പുമാവ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളിവിടെ കോളിഫ്ലവറിൻ്റെ തണ്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. ചിലർ പറയും തണ്ടിനൊരു വല്ലാത്തൊരു ടേസ്റ്റാണെന്ന്. ചില സമയത്ത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത കോളിഫ്ലവർ ആകുമ്പം മാത്രം. ഇളയതിന് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഉപ്പുമാവിൻ്റെയൊക്കെ നല്ല തനതായ രുചിയിൽ തന്നെ ഇത് കഴിക്കാം. കോളിഫ്ലവർ ആണെന്ന് എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. കോളിഫ്ലവറിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഇല്ലേനും പിന്നെ ഇവിടെ അത് കാണിക്കുന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.